SNDP യോഗം 1621 ബ്രാഞ്ച് മലനാട് യൂണിയന് കീഴിലുള്ള കുമളി അമരാവതി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്രാടം തിരുനാൾ മഹോത്സവത്തിന് സമാപനമായി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കി കവല, കട്ടപ്പന. ഗുരുർ ബ്രഹ്മ ഗുരുർ വിഷ്ണു ഗുരുർ ദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ എന്ന പ്രാർത്ഥനാ മന്ത്രത്തോടെ ശ്രീനാരായണ ഗുരുസൂക്തങ്ങളെ ജീവിതചര്യകളാക്കി വസിക്കുന്ന അമരാവതി നിവാസികൾക്ക് ഗുരുദേവ ചൈതന്യം പ്രാപ്തിക്കായി 1962 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗത്തിൽ രജിസ്റ്റർ ചെയ്ത് സ്ഥാപിതമായ ഗുരുദേവ ക്ഷേത്രമാണ് SNDP യോഗം മലനാട് യൂണിയന് കീഴിലെ 1621 ബ്രാഞ്ച് കുമളി അമരാവതി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രം. സ്ഥാപിതമായതിനു ശേഷം 2021 ഓഗസ്റ്റ് 21 ക്ഷേത്രത്തിലെ പഞ്ചലോക ഗുരുദേവ വിഗ്രഹം പുനഃപ്രതിഷ്ഠ നടത്തിയത്. പുനഃപ്രതിഷ്ഠയ്ക്ക് ശേഷം ഇത് ആഘോഷപൂർവമായ രണ്ടാമത് ഉത്രാടം തിരുനാൾ മഹോത്സവമാണ് 2024 ഏപ്രിൽ 28, 29, 30 തീയതികളിലായി നടന്നു വന്നിരുന്നത്. ഏപ്രിൽ 28 ഞായറാഴ്ച രാവിലെ ഗണപതി ഹോമത്തിന് ശേഷം അമരാവതി ശാഖായോഗം പ്രസിഡന്റ് KS ജയൻ പതാക ഉയർത്തിയതോടുകൂടി ഉത്രാടം തിരുനാൾ മഹോത്സവത്തിന് തുടക്കമായി. തുടർന്ന് 10 മണിക്ക് നടന്ന പൊതുസമ്മേളനത്തിൽ ശാഖായോഗം സെക്രട്ടറി MS സന്തോഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. ശാഖായോഗം പ്രസിഡന്റ് KS ജയൻ അധ്യക്ഷനായിരുന്ന ഉത്സവത്തോടനുബന്ധിച്ചുള്ള കുടുംബ സംഗമം SNDP യോഗം മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിജു മാധവൻ ഉദ്ഘാടനം ചെയ്തു. 29 രാവിലെ പ്രഭാതപേരി, നിർമാല്യ ദർശനം, ഗുരുപൂജ, ഗണപതി ഹോമം, മഹാസുദർശന ഹോമം, കലശപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജയോടുകൂടി നടയടച്ചു. തുടർന്ന് 12:30 മഹാപ്രസാദമൂട്ടിന് ശേഷം വൈകുന്നേരം 5:10 സർവൈശ്വര്യ പൂജ, ദീപാരാധന എന്നിവയോടുകൂടിയാണ് ഉത്സവ ആഘോഷ പരിപാടികൾ സമാപിച്ചത്. 29 രാവിലെ പ്രഭാതപേരി, നിർമാല്യ ദർശനം, ഗുരുപൂജ, ഗണപതി ഹോമം, മഹാസുദർശന ഹോമം, കലശപൂജ, നവകം, പഞ്ചഗവ്യം എന്നിവയ്ക്ക് ശേഷം ഉച്ചപൂജയോടുകൂടി നടയടച്ചു. തുടർന്ന് 12:30 മഹാപ്രസാദമൂട്ടിന് ശേഷം വൈകുന്നേരം 5:10 സർവൈശ്വര്യ പൂജ, ദീപാരാധന എന്നിവയോടുകൂടിയ അത്താഴപൂജയ്ക്ക് ശേഷം നടയടച്ചു. തുടർന്ന് കുടുകുടു മ്യൂസിക്കൽ വൈബ് അവതരിപ്പിച്ച കരോക്കെ ഗാനമേള അരങ്ങേറി. ഉത്സവാഘോഷ സമാപന ദിനമായ 3-ാം ദിവസം രാവിലെ 5:30 പ്രഭാതപേരി, നിർമാല്യ ദർശനം, ഗുരുപൂജ, അഷ്ടദ്രവ്യ സമേതം, മഹാഗണപതി ഹോമം എന്നിവയ്ക്ക് ശേഷം രാവിലെ 9 മണിയോടുകൂടി കലശപൂജ ആരംഭിച്ചു. ഇതിനുശേഷം 10:30 ക്ഷേത്രം തന്ത്രി ഷാജൻ തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കലശാഭിഷേകം നടന്നു. തുടർന്ന് ശിവഗിരിമഠം സന്യാസി സമൂഹം അംഗവും ചക്കവള്ളം ധർമാശ്രമം സെക്രട്ടറിയുമായ ഗുരുപ്രകാശം സ്വാമികൾക്ക് സ്വീകരണം നൽകിയ ശേഷം പാദപൂജ സമർപ്പണം നടന്നു. ശേഷം ക്ഷേത്രാങ്കണത്തിൽ വിശേഷാൽ പൂജകളോടെ സമർപ്പിച്ചിരുന്ന കലശങ്ങൾ വ്രതശുദ്ധിയോടെ തിരഞ്ഞെടുത്ത ഭക്തജനങ്ങൾ ക്ഷേത്രം തന്ത്രിയിൽ നിന്നും ഏറ്റുവാങ്ങി 3 വട്ടം ഗുരുദേവ ക്ഷേത്രത്തെ വലം വെച്ച് ഗുരുദേവന് കലശാഭിഷേകം നടത്തി. തുടർന്ന് ശിവഗിരിമഠം സന്യാസി സമൂഹം അംഗവും ഗുരുപ്രകാശം സ്വാമികൾ ഭക്തജനങ്ങൾക്കായി ഉത്രം മഹോത്സവ സന്ദേശം നൽകി. ഗുരുവിന് ശേഷം ഗുരുവിലൂടെ രൂപപ്പെട്ടു വന്ന ക്ഷേത്ര സങ്കല്പം യഥാർത്ഥ ക്ഷേത്ര സങ്കല്പത്തെ പ്രകാശിപ്പിക്കുന്നതാകുന്നു, വെളിപ്പെടുത്തുന്നതാകുന്നു. അതിനു മുമ്പുണ്ടായിരുന്ന ക്ഷേത്രം ബാഹ്യരൂപത്തിൽ അത് ക്ഷേത്രങ്ങളായിരുന്നു. പക്ഷേ ആ ക്ഷേത്രങ്ങളിലൂടെയാണ് അസമത്വങ്ങളും അന്ധാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കൂടുതൽ പ്രചരിച്ചത് എന്നതാണ് വാസ്തവം. തുടർന്ന് മഹോത്സവത്തിൽ പങ്കെടുക്കുവാൻ എത്തിയ ഭക്തജനങ്ങൾക്കായി മഹാപ്രസാദ വിതരണത്തിന് ശേഷം മഹാ അന്നദാനവും നടന്നു. ഗുരുദേവന്റെ സർവൈശ്വര്യ അനുഗ്രഹത്താൽ ഈ വർഷത്തെ അമരാവതി ശ്രീനാരായണ ഗുരുദേവ ക്ഷേത്രത്തിലെ ഉത്രാടം തിരുനാൾ മഹോത്സവം ഭംഗിയായി നടന്നതായി ക്ഷേത്രം കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു. പഞ്ചലോകം വെച്ചിട്ട് അമരാവതി ശാഖയുടെ 3ാമത്തെ പ്രതിഷ്ഠാവാർഷികമാണ്. പ്രതിഷ്ഠാവാർഷികത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ നടത്തുന്ന കലശവും അതുപോലെ കുടുംബസംഗമം, അതുപോലെ ചൊവ്വാഴ്ച 7:30 ഗാനമേള, അതുപോലെ തുടക്കത്തിൽ ഞായറാഴ്ച കരോക്കെ ഗാനമേള, ശാഖയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളും പ്രഭാത സംഘവും യൂത്ത് കമ്മിറ്റിയും കുമാരി സംഘവും ഭാരവതി കുട്ടികളും കുടുംബ യൂണിറ്റിൻ്റെയും അതുപോലെ കുടുംബാംഗങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ഈ ഉത്സവം നടന്നത്. ഇന്ന് വൈകിട്ട് 7 മണി ഗാനമേളയോടുകൂടി സമാപനം ആരംഭിക്കുന്നതാണ്. ഇതിന് പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങളും ശാഖായോഗത്തിൻ്റെ ഭരണസമിതിക്ക് വേണ്ടി
അതുപോലെ യൂണിയൻ്റെ നേതാക്കന്മാർ, യൂണിയൻ്റെ പ്രസിഡന്റ് ബിജു മാധവൻ സാറ്, യൂണിയൻ സെക്രട്ടറി വിനോദ് ഉത്തമൻ, വൈസ് പ്രസിഡന്റ് വിജയ സോമൻ എന്നിവർ ശായൂതി വരികയും മറ്റുള്ള നിർദ്ദേശങ്ങൾ തരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനനുഭവിച്ചുള്ള പങ്കെടുത്ത എല്ലാ കുടുംബാംഗങ്ങൾക്കും ഗുരുദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകാൻ പാടുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് രാത്രി 7:30 കൊല്ലം ഫാഷൻ മ്യൂസിക് അവതരിപ്പിച്ച മെഗാ ഹിറ്റ് ഗാനമേള അരങ്ങേറി. ശാഖാ പ്രസിഡന്റ് KS ജയൻ, സെക്രട്ടറി MS സന്തോഷ് കുമാർ, മോഹൻദാസ് തണ്ടാശ്ശേരിയിൽ, ജെയ്മോൻ കുഴിപ്പതാലിൽ, പ്രണവ് സോമൻ കാട്ടുപറമ്പിൽ, രാജു വഴിയമ്പലത്തിൽ, MK രവി മുതിരാപ്പാറയിൽ, രാജു വഴിയമ്പലത്തിൽ, വത്സമ്മ കരുതക്കരയിൽ, രാജേഷ് കൊച്ചുപറമ്പിൽ, സുരേഷ് താന്നിക്കൽ, വനിതാ സംഘം ഭാരവാഹികൾ, യൂത്ത് മൂവ്മെന്റ് ഭാരവാഹികൾ, കുമാരി സംഘം ഭാരവാഹികൾ, ബാലവേദി അധ്യാപകർ, കുടുംബയോഗം ഭാരവാഹികൾ തുടങ്ങിയവർ ഉത്രാടം തിരുനാൾ മഹോത്സവ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഇടുക്കി ലൈവ് ന്യൂസ്, കുമളി. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല. എല്ലാ മരുന്നുകൾക്കും 10 മുതൽ 60% വരെ വിലക്കുറവ്. ബേബി കെയർ, പെറ്റ് കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം. കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം. ഹോം ഡെലിവറി സൗകര്യം. വിശാലമായ പാർക്കിംഗ് ഏരിയ. ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ. ക്യാപ്സൂൾ ഫാർമ, ചെറുവള്ളി ബിൽഡിംഗ്, ഇടുക്കിക്കവല, കട്ടപ്പന.